ഹലോ അസ്സലാമു അലൈക്കും. മന്തി ഉണ്ടാക്കാൻ കേട്ടോ. മന്തി ഉണ്ടാക്കാൻ വേണ്ടി മസാലയൊക്കെ കൂട്ടി ചിക്കനൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. ചോറ് ഇവിടെ തിളക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ വേവ് വന്നിട്ട് ചോറ് ഊറ്റിയിടണം കേട്ടോ. കാണുന്നുണ്ടാവൂലേ? അരിപ്പായസം ഉണ്ടാക്കുന്നുണ്ട് രാത്രിക്കൊക്കെ. ഇന്നലെ സേമിയ പായസമായിരുന്നു. അരിപ്പായസത്തിന് വേണ്ടിങ്ങാണ്ട് ചോറ് വേവിച്ച് വെച്ചാട്ടോ. ഇനി പാലൊക്കെ കിട്ടിയിട്ട് വേണം ഉണ്ടാക്കാൻ. അങ്ങനെ ചോറൊക്കെ ഊറ്റിയിട്ടിക്കണം കേട്ടോ. ദമ്മിടുകയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉമ്മീസ് കിച്ചനെ സപ്പോർട്ട് ചെയ്യട്ടോ. ഇപ്പം നമ്മളെ കുക്കറിൽ കൊള്ളാവുന്ന ചോറ് ഞാൻ ഇട്ടേക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ള ചോറ് ഇത് വെന്ത് കഴിഞ്ഞിട്ട് രണ്ടും പാടെ ഒന്നിച്ചൊരു മിക്സ് ചെയ്യൽ. കുറച്ച് കളർ ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾ കലക്കിയതാട്ടോ. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലിട്ടോ. ഇപ്പം നമ്മളെ മന്തി ഒരു വിസിലടിച്ച് ഗ്യാസ് ഓഫ് ആക്കിക്കണം കേട്ടോ. അപ്പം ഇനി പായസം ഉണ്ടാക്കട്ടെ കേട്ടോ. കുറേ സമയമായി വേവിച്ച് വെച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് വേണം പാൽ ഒഴിച്ച് കൊടുക്കാൻ. 1/2 ലിറ്റർ പാലുള്ളൂ കേട്ടോ. ഒരു തേങ്ങൻ്റെ പാൽ, തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പാലൊന്നും കിട്ടിയില്ല പീടിയിൽ. അപ്പോൾ മക്കളെ നമ്മളെ പായസം ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏലക്കായും പഞ്ചസാരയും പൊടിച്ചിട്ട് കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഇനി പഞ്ചാരയും ഏലക്കായും പൊടിച്ചാട്ടോ. ഇനി ഇതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. നമ്മളെ മന്തി റെഡിയായി കേട്ടോ. പായസം റെഡിയായി.